ഈ ബാസ്ക്കറ്റ് എന്റെ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റ് അല്ല കേട്ടോ. ഇത് 25 കൊല്ലം പഴക്കമുള്ളതാണ്. കൊച്ചിന്റെ തള്ള ഉപയോഗിച്ച ബാസ്ക്കറ്റാണ്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമായിരുന്നു. ഞാൻ മാത്രമല്ല അത് യൂസ് ചെയ്തിട്ടുള്ള എന്റെ അനിയനും ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. 2 ദിവസം മുമ്പ് ഞാൻ ഇട്ട ഏതോ ഒരു വീഡിയോയ്ക്കകത്തിലുണ്ടായിരുന്നു ഓമയ്ക്ക കാണിക്കുന്നത്. ആ ഓമയ്ക്ക ഇന്ന് പഴുത്തു കേട്ടോ. "മോളെ മാളു ഈ ഓമയ്ക്ക ഒന്ന് ചെത്തി തന്നേ" എന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ അമ്മയുടെ അടുത്തോട്ട് ഈ ഓമയ്ക്കയും കൊണ്ട് ചെല്ലുന്നത്. ഈ ടൈമിൽ ഓമയ്ക്ക കഴിക്കാമോ എന്ന് കുറേ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിക്കാം. എനിക്കിപ്പോ 38 വീക്സ് കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഓമയ്ക്ക കഴിക്കാം. നമ്മുടെ പെയിൻ ഒക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാനും ഡെലിവറി എളുപ്പമാകാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഓമയ്ക്ക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. 38 വീക്ക് പൂർത്തിയാകാറായതുകൊണ്ട് തന്നെ ഇനി ഇത് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരില്ല എന്നാണ് എന്റെ ഒരു അറിവ്. ഞാൻ ചോദിച്ചവരും പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു സ്റ്റേജിൽ എപ്പോൾ വേണേലും ഡെലിവറി പെയിൻ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടിട്ട് ഇതൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഈ ഒരു ഫ്രൂട്ട് പിന്നെ പണ്ട് തൊട്ട് ഇഷ്ടമാണ്. അത് പഴുത്ത ഓമയ്ക്കയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ റോഡരികിലൊക്കെ ഇരിക്കുന്ന കാണുമ്പം എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയ കൊതിയല്ല, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ തന്നെ ഉണ്ടായതായതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് വേറൊരു ഇനം ഓമയ്ക്കയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നാളെ കാണാൻ പറ്റുമെങ്കിൽ വരാം, വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. കാരണം ഈ ഒരു സ്റ്റേജിലായത് കൊണ്ടിട്ട് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ.